റോബർട്ട് ഗ്രീൻ പറഞ്ഞ അഞ്ചാമത്തെ നിയമം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ സൽപ്പേരും അന്തസ്സും ജീവൻ നൽകിയും സംരക്ഷിക്കുക എന്നതാണ്. മഹാഭാരതത്തിലെ കർണൻ ആരായിരുന്നു? സൂര്യപുത്രൻ, മഹാദാനി. പക്ഷേ ഈ ലോകം അവന് നൽകിയ സൽപ്പേര് എന്തായിരുന്നു? സൂതപുത്രൻ. ആ ഒരൊറ്റ കറുത്ത സൽപ്പേര് അവൻ്റെ ജീവിതത്തെ മുഴുവൻ ഇല്ലാതാക്കി. മഹാചാര്യ ചാണക്യൻ പറയുന്നു, സൽപ്പേര് നഷ്ടപ്പെടുന്നത് മരണത്തെക്കാൾ ഭയങ്കരമാണെന്ന്. കാരണം ഈ ലൗകിക ലോകത്തിന് നമ്മുടെ ഹൃദയശുദ്ധി കാണുവാനുള്ള സമയമില്ല. ജനങ്ങൾ കാണുന്നത് നമ്മളെക്കുറിച്ച് പുറത്തുള്ള അഭിപ്രായമാണ്. ശത്രുക്കൾ എപ്പോഴും നമ്മുടെ ശരീരത്തെയല്ല, നമ്മുടെ സൽപ്പേരിനെയാണ് ആദ്യം തകർക്കാൻ നോക്കുക. അപ്പോൾ ഒരു ആത്മീയവാദി എങ്ങനെ ഇതിനെ നേരിടണം? ഉള്ളിൽ നമ്മൾ നമ്മുടെ സ്വഭാവശുദ്ധി കാത്തു സൂക്ഷിക്കണം, എന്നാൽ പുറമെ നമ്മുടെ സൽപ്പേരിനെ ധർമ്മത്തിന് വേണ്ടിയുള്ള ഒരു കവചമാക്കുകയും വേണം. ആരെങ്കിലും ചെളിവാരി എറിഞ്ഞാൽ വൈകാരികമായി തളരാതെ സാക്ഷിഭാവത്തോടെ വിവേകത്തോടെ അതിനെ പ്രതിരോധിക്കണം. ഏറ്റവും പ്രിയമുള്ളവരെ, ദിവ്യബോധ ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മനുഷ്യ മനസ്സുകളുടെ വിചിത്രമായ വഴികളിലൂടെയും ലൗകിക ലോകത്തിൻ്റെ അദൃശ്യ തന്ത്രങ്ങൾക്കിടയിലൂടെയുമുള്ള നമ്മുടെ മഹായാത്ര ഇന്ന് 5-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മുടെ നാക്കിനെ വിവേകത്തോടെ നിയന്ത്രിച്ച് എങ്ങനെ മൗനത്തെ ഒരു വലിയ ആയുധമാക്കാമെന്ന് നമ്മൾ കണ്ടു. എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 5-ാമത്തെ നിയമം ഈ ഭൗതിക ലോകത്ത് നമ്മുടെ ഏറ്റവും വലിയ നിധിയെക്കുറിച്ചാണ്. നമ്മുടെ സൽപ്പേരിനെക്കുറിച്ച്, നമ്മുടെ അന്തസ്സിനെക്കുറിച്ച്, നമ്മുടെ ആത്മാഭിമാനത്തെക്കുറിച്ചാണ്. റോബർട്ട് ഗ്രീൻ ലോക ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്നും കണ്ടെത്തിയ 5-ാമത്തെ നിയമം എന്നത് നിങ്ങളുടെ സൽപ്പേരും അന്തസ്സും അങ്ങേയറ്റം വിലപ്പെട്ടതാണ്. അതിനെ നിങ്ങളുടെ ജീവൻ നൽകിയും സംരക്ഷിക്കുക എന്നതാണ്. കാരണം ഈ ലൗകിക ലോകത്ത് സൽപ്പേര് മാത്രമാണ് നമ്മുടെ വിജയത്തിൻ്റെയും പതനത്തിൻ്റെയും അടിസ്ഥാനശില. ഈ വരികൾ കേൾക്കുമ്പോൾ നമുക്കുള്ളിൽ സ്വാഭാവികമായും ഉയരുന്ന വലിയൊരു സംശയം എന്നത്, നമ്മളെപ്പോഴും ആത്മീയതയിൽ പഠിക്കുന്നത് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്ന് നോക്കേണ്ടതില്ല എന്നല്ലേ? ലോകത്തിൻ്റെ കയ്യടിക്കും സൽപ്പേരിനും പിന്നാലെ പോകുന്നത് അഹംഭാവത്തിൻ്റെ ലക്ഷണമല്ലേ? ഉള്ളിൽ സത്യസന്ധതയുണ്ടെങ്കിൽ പുറമെ ലോകം നമ്മളെ എങ്ങനെ കണ്ടാലെന്താ? പിന്നെ എന്തുകൊണ്ടാണ് സൽപ്പേരിനെ ജീവൻ നൽകി സംരക്ഷിക്കണമെന്ന് ഈ ലൗകിക നിയമം ഇത്ര ഗൗരവത്തോടെ നമ്മോട് പറയുന്നതെന്നായിരിക്കും? പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ ദിവ്യബോധം ഈ ലൗകിക തന്ത്രങ്ങളെ സമീപിക്കുന്നത് ബാഹ്യലോകത്തിനു മുമ്പിൽ കപടമായ ഒരു മുഖം മൂടി അണിയാനല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യടിക്ക് വേണ്ടി ജീവിക്കാനുമല്ല. മറിച്ച് ചെന്നായ്ക്കൾ നിറഞ്ഞ ഈ ലൗകിക ലോകത്ത് നമ്മുടെ വിശുദ്ധിയും ആത്മാഭിമാനവും മറ്റുള്ളവരാൽ ചവിട്ടി മെതിക്കപ്പെടാതിരിക്കാനുള്ള വിവേകത്തിൻ്റെ പ്രതിരോധ കവചം തീർക്കാനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പരമമായ സത്യമെന്നത്, ലൗകിക ലോകം ജീവിക്കുന്നത് കൺകാഴ്ചകളിലാണ്. അവർക്ക് നമുക്കുള്ളിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ഹൃദയശുദ്ധിയോ നമ്മുടെ ഭക്തിയോ കാണാൻ കഴിയില്ല. അവർക്കതിനുള്ള ബോധമില്ല. അതുകൊണ്ട് തന്നെ ലൗകിക ലോകം നമ്മെ എപ്പോഴും വിലയിരുത്തുന്നത് നമ്മെക്കുറിച്ച് പുറം ലോകത്തുള്ള സൽപ്പേര് നോക്കിയാണ്. നമ്മൾ എത്ര വലിയ ജ്ഞാനിയാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ ദൈവവിശ്വാസിയാണെന്ന് പറഞ്ഞാലും, ലൗകിക ലോകത്ത് നമ്മുടെ സൽപ്പേരിന് മേൽ ഒരു ചെറിയ കറ വീണാൽ ലോകം നമ്മെ സംശയത്തോടെ മാത്രമേ നോക്കുകയുള്ളൂ. ലൗകിക ലോകത്ത് സൽപ്പേര് നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ എന്നത് യുദ്ധക്കളത്തിൽ ആയുധവും കവചവും ഇല്ലാതെ നിൽക്കുന്ന ഒരു യുദ്ധവീരനെ പോലെയാണ്. അവനെ ആർക്കും എപ്പോഴും കീഴ്പ്പെടുത്താം. അവൻ്റെ വാക്കുകളെ ആർക്കും എളുപ്പത്തിൽ അവഗണിക്കാം. നമുക്കുള്ളിലെ ആത്മീയ വെളിച്ചം പുറം ലോകത്തേക്ക് പ്രകാശിക്കണമെങ്കിൽ പോലും
ലൗകിക ലോകത്ത് നമുക്ക് നല്ലൊരു അന്തസ്സിൻ്റെ പശ്ചാത്തലം ആവശ്യമാണ്. ചരിത്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം, വലിയ വലിയ സാമ്രാജ്യങ്ങൾ തകർന്നടിയുവാനും മഹാന്മാരായ മനുഷ്യർ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകാനും കാരണം അവരുടെ സൽപ്പേരിന് മേൽ വീണ ചെറിയൊരു കളങ്കമാണ്. റോബർട്ട് ഗ്രീൻ ഈ നിയമത്തിൻ്റെ ആമുഖത്തിൽ വ്യക്തമാക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. നിങ്ങളുടെ സൽപ്പേര് പടുത്തുയർത്താൻ വർഷങ്ങളുടെ കഠിനാധ്വാനവും ത്യാഗവും വേണ്ടിവരും. എന്നാൽ അത് തകർക്കാൻ ശത്രുവിൻ്റെ ഒരൊറ്റ നിമിഷത്തെ കപട നീക്കം മാത്രം മതിയെന്ന്. അതുകൊണ്ട് ലൗകിക ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ അന്തസ്സിനെ, നമ്മുടെ സ്വഭാവശുദ്ധിയെ തകർക്കാൻ വരുന്ന ഏത് ചെറിയ നെഗറ്റീവ് നീക്കത്തെയും തുടക്കത്തിൽ തന്നെ വിവേകത്തോടെ തിരിച്ചറിയുകയും പ്രതിരോധിക്കുകയും വേണം. നമ്മുടെ നിശബ്ദത മറ്റുള്ളവർക്ക് നമ്മുടെ സൽപ്പേര് നശിപ്പിക്കുവാനുള്ള അനുവാദമായി മാറരുത്. ഈ വലിയ തിരിച്ചറിവോടെ നമ്മൾ 5-ാം നിയമത്തിൻ്റെ ഈ പ്രവേശന കവാടം ഇവിടെ പൂർണ്ണമാക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ സൽപ്പേരിന് പിന്നിലെ ആഴമേറിയ മനഃശാസ്ത്രം എന്താണെന്നും അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയുള്ള അദൃശ്യ ശക്തിയാണ് ചെലുത്തുന്നത് എന്നതിനെക്കുറിച്ചുമാണ്. അതോടൊപ്പം ഭാരതീയ ചരിത്രത്തിൽ മഹാചാര്യ ചാണക്യൻ സൽപ്പേരിനെക്കുറിച്ച് നൽകിയ മുന്നറിയിപ്പുകളിലേക്കും നമ്മൾ പ്രവേശിക്കും. ഈ ലോകത്തിൻ്റെ കെണികളിൽ വീഴാതെ സ്വന്തം അന്തസ്സ് കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുവാൻ ഈ അറിവ് നമുക്ക് തുണയാകണം. സൽപ്പേരെന്നത് ലൗകിക ലോകത്ത് ജീവിക്കുവാനുള്ള നമ്മുടെ പ്രതിരോധ കവചമാണെന്ന് നമ്മൾ കണ്ടു. ഈ സെഷനിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് ഈ ലൗകിക ലോകം സൽപ്പേരിന് മുമ്പിൽ ഇത്രയധികം തലകുനിക്കുന്നത്? എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ മനഃശാസ്ത്രം? സൽപ്പേര് ഒരു മനുഷ്യന് ചുറ്റും എങ്ങനെയാണ് ഒരു അദൃശ്യ പ്രഭാവലയം തീർക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. നമുക്ക് ചുറ്റുമുള്ള ഭൗതിക പ്രപഞ്ചത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ ലൗകിക മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൗർലഭ്യം എന്താണെന്ന് അറിയാമോ? അവന് കാര്യങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യാനുള്ള സമയമോ ക്ഷമയോ ബോധമോ ഇല്ല എന്നതാണ്. ഒരു മനുഷ്യനെ അടുത്തറിയാൻ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം. എന്നാൽ ഈ ധൃതി പിടിച്ച ലോകത്തിന് അതിനുള്ള സമയമില്ല. അതുകൊണ്ട് അവൻ എപ്പോഴും എളുപ്പ വഴികളെ ആശ്രയിക്കും. ഒരു മനുഷ്യനെ കാണുമ്പോൾ തന്നെ അവനെക്കുറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന അഭിപ്രായം അഥവാ അവൻ്റെ സൽപ്പേര് എന്താണോ അത് നോക്കി അവർ ആ മനുഷ്യനെ തരംതിരിക്കും. നമുക്ക് നല്ലൊരു സൽപ്പേരുണ്ടെങ്കിൽ നമ്മളൊരു സദസ്സിലേക്ക് നടന്നു വരുമ്പോൾ നമ്മൾ വാ തുറന്ന് സംസാരിക്കുന്നതിന് മുൻപ് തന്നെ ആ സൽപ്പേര് നമുക്ക് ചുറ്റും ബഹുമാനത്തിൻ്റെ ഒരു വലിയ പ്രഭാവലയം തീർക്കും. നമ്മൾ പറയുന്ന സാധാരണ വാക്കുകൾക്ക് പോലും ലോകം വലിയ വില കൽപ്പിക്കും. കാരണം ജനങ്ങൾ കാണുന്നത് നമ്മളെയല്ല, നമുക്ക് മുന്നേ നടന്നു നീങ്ങുന്ന നമ്മുടെ സൽപ്പേരിൻ്റെ ആ അദൃശ്യ രൂപത്തെയാണ്. റോബർട്ട് ഗ്രീൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ലൗകിക ലോകത്തിലെ ഏറ്റവും വലിയ മൂലധനമെന്നാണ്. പണം നഷ്ടപ്പെട്ടാൽ നമുക്ക് കഠിനാധ്വാനത്തിലൂടെ അത് തിരിച്ചെടുക്കാം. എന്നാൽ സൽപ്പേര് നഷ്ടപ്പെട്ടാൽ ലൗകിക ലോകം നമ്മെ ഒരു ജീവശവമായി മാത്രമേ കാണുകയുള്ളൂ. ഇതിൻ്റെ മനഃശാസ്ത്രം വ്യക്തമാക്കാൻ പുരാതന ഭാരതത്തിലെ ഒരു ചെറിയ തന്ത്രജ്ഞൻ്റെ കഥ ഓഷോയുടെ ദർശനങ്ങളിൽ കാണാം. ഒരു സാമ്രാജ്യത്തിൽ വലിയൊരു വ്യാപാരി ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ സത്യസന്ധതയ്ക്കും വിശ്വസ്തതയ്ക്കും രാജ്യമെങ്ങും പേരെടുത്തവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൽപ്പേര് അത്രത്തോളം ശക്തമായിരുന്നതിനാൽ അദ്ദേഹം ഒരു വെറും കടലാസിൽ ഒപ്പിട്ട് കൊടുത്താൽ പോലും ആളുകളത് പൊന്നുപോലെ വിശ്വസിക്കുമായിരുന്നു. ബാങ്കുകളോ രാജാവോ പോലും അദ്ദേഹത്തിൻ്റെ സൽപ്പേര് കണ്ട് വലിയ തുകകൾ വായ്പയായി നൽകിയിരുന്നു. എന്നാൽ ഈ വ്യാപാരിയുടെ വളർച്ചയിൽ അസൂയ പൂണ്ട മറ്റൊരാളുണ്ടായിരുന്നു. അവൻ വ്യാപാരിയെ ഭൗതികമായി തകർക്കാൻ നോക്കിയെങ്കിലും പരാജയപ്പെട്ടു. ഒടുവിൽ അവൻ ചിന്തിച്ചു, ഇവൻ്റെ പണത്തെ അല്ല ആക്രമിക്കേണ്ടത്, ഇവൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാന ശിലയായ ഇവൻ്റെ സൽപ്പേരിനെയാണ് തകർക്കേണ്ടത്. അവൻ നഗരത്തിൽ ഒരു വ്യാജ വാർത്ത പരത്തി. വ്യാപാരിയുടെ കപ്പലുകളെല്ലാം കടലിൽ മുങ്ങിപ്പോയിരിക്കുന്നു. അദ്ദേഹം കടുത്ത സാമ്പത്തിക ബാധ്യതയിലാണ്. ഉടൻ തന്നെ അദ്ദേഹം രാജ്യം വിട്ടോടും. സത്യത്തിൽ വ്യാപാരിയുടെ കപ്പലുകൾ സുരക്ഷിതമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പക്കൽ ആവശ്യത്തിന് സ്വർണശേഖരവും ഉണ്ടായിരുന്നു. ഭൗതികമായി അദ്ദേഹത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിരുന്നില്ല. എന്നാൽ ആ വ്യാജ വാർത്ത വിപണിയിൽ പടർന്ന ഉടൻ തന്നെ ആളുകൾ പരിഭ്രാന്തരായി.
അദ്ദേഹത്തിന് പണം നൽകിയവരെല്ലാം ഒന്നിച്ചു കൊട്ടാരത്തിലും അദ്ദേഹത്തിൻ്റെ വീട്ടുപടിയിലും വന്ന് പണം തിരികെ ചോദിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ബിസിനസ് പങ്കാളികൾ ബന്ധം ഉപേക്ഷിച്ചു. തൻ്റെ പക്കൽ പണമുണ്ടെന്ന് വ്യാപാരി വിളിച്ചു പറഞ്ഞെങ്കിലും ആരും അത് കേൾക്കാൻ തയ്യാറായില്ല. കാരണം ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ മുൻപുണ്ടായിരുന്ന സൽപ്പേര് തകർന്നിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ ആ മഹാധനികൻ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ഈ കഥ നമുക്ക് തരുന്ന വലിയൊരു മനഃശാസ്ത്ര പാഠമുണ്ട്. ഈ ലൗകിക ലോകത്ത് യഥാർത്ഥ സത്യം എന്താണെന്നതല്ല പ്രധാനം, മറിച്ച് ജനങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്നതാണ് പ്രധാനമെന്ന്. നമുക്കുള്ളിലെ സത്യം ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒന്നാണ്. എന്നാൽ മനുഷ്യർ ജീവിക്കുന്ന ഈ ബാഹ്യലോകത്ത് നമ്മുടെ സൽപ്പേരാണ് നമ്മുടെ സത്യം. ആ സൽപ്പേര് തകരുമ്പോൾ നമ്മുടെ സകല ഭൗതിക ശക്തിയും ഒന്നിച്ച് ചോർന്നു പോകും. നമ്മുടെ നിത്യജീവിതത്തിലേക്ക് ഇതൊന്ന് പ്രയോഗിച്ചു നോക്കൂ. നിങ്ങളുടെ തൊഴിലിടങ്ങളിലോ കുടുംബങ്ങളിലോ ചില മനുഷ്യരുണ്ട്. അവർ വർഷങ്ങളോളം വളരെ കൃത്യതയോടും വിശ്വസ്തയോടും കൂടി ജീവിക്കും. എന്നാൽ അവരുടെ ആ വിജയത്തിൽ അസൂയ തോന്നുന്ന ചില ശത്രുക്കൾ അല്ലെങ്കിൽ കപട സുഹൃത്തുക്കൾ അവരുടെ പേര് നശിപ്പിക്കാൻ വേണ്ടി ചെറിയൊരു കുശുമ്പോ പരദൂഷണമോ പടച്ചുവിടും. പലരും ചിന്തിക്കും, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്തിനാണ് പേടിക്കുന്നതെന്ന്. സത്യം എന്നെങ്കിലും പുറത്തു വരും. പ്രിയമുള്ളവരെ, ആത്മീയമായ ആ ചിന്ത ശരിയായിരിക്കാം. എന്നാൽ ലൗകിക ലോകത്ത് ആ നിഷ്കളങ്കത വലിയൊരു ചതിക്കുഴിയാണ്. ശത്രു നമ്മുടെ സൽപ്പേരിൽ മേൽ കറപുരട്ടുമ്പോൾ നമ്മൾ നിശബ്ദനായിരുന്നാൽ കാലക്രമേണ ആ കറ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി ലോകം മുദ്രകുത്തും. അതുകൊണ്ടാണ് റോബർട്ട് ഗ്രീൻ പറയുന്നത്, നമ്മുടെ സൽപ്പേരിനെ നമ്മളൊരു കോട്ട പോലെ കാത്തു സൂക്ഷിക്കണമെന്ന്. ആ കോട്ടയ്ക്ക് നേരെ വരുന്ന ഒരു ചെറിയൊരു കല്ലിനെ പോലും നമ്മൾ അശ്രദ്ധയോടെ വിടരുത്. ആ കല്ല് വീണ് കോട്ടയിൽ ഒരു ചെറിയ വിള്ളലുണ്ടായാൽ ശത്രുക്കൾ ആ വിള്ളലിലൂടെ വന്ന് നമ്മുടെ ജീവിതത്തെ മുഴുവൻ തകിടം മറിക്കും. നമ്മുടെ സൽപ്പേരെപ്പോഴും ഒരു പ്രത്യേക ദർശനത്തിൽ അധിഷ്ഠിതമായിരിക്കണം. ഉദാഹരണത്തിന്, നമ്മൾ അങ്ങേയറ്റം വിശ്വസ്തനാണ്, അല്ലെങ്കിൽ നമ്മൾ അങ്ങേയറ്റം ദയാലുവാണ്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജോലിയിൽ കൃത്യതയുള്ളവനാണ് എന്നൊരു സൽപ്പേര് നമ്മൾ ലൗകിക ലോകത്ത് ഉണ്ടാക്കിയെടുക്കണം. ആ ഒരൊറ്റ ഗുണം നമ്മെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തും. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ ശത്രുക്കളുടെ സൽപ്പേര് എന്താണെന്ന് നിരീക്ഷിക്കാനും നമുക്ക് കഴിയണം. ശത്രുക്കൾ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ അവരുടെ സൽപ്പേരിന് മേൽ വിവേകത്തോടെ വിള്ളലുകൾ വീഴ്ത്താൻ കഴിഞ്ഞാൽ യുദ്ധം ചെയ്യാതെ തന്നെ നമുക്കവരെ പരാജയപ്പെടുത്തുവാൻ കഴിയും. ഇത് മറ്റുള്ളവരെ ചതിക്കുവാനുള്ള തന്ത്രമല്ല, മറിച്ച് ഈ ലൗകിക നാടകവേദിയിൽ നമ്മുടെ ആത്മാഭിമാനം കാത്തുസൂക്ഷിക്കുവാനുള്ള വിവേചന ബുദ്ധിയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഭാരതീയ ഇതിഹാസങ്ങളിലും ചാണക്യ നീതിയിലും ഈ സൽപ്പേരിൻ്റെ പ്രാധാന്യത്തെ എങ്ങനെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ്. അന്തസ് നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഓരോ നിമിഷവും മരണതുല്യമായ വേദന അനുഭവിച്ച മഹാഭാരതത്തിലെ കർണൻ്റെ നിഗൂഢമായ ദുരന്ത കഥയിലേക്കാണ് നമ്മൾ അടുത്തതായി പ്രവേശിക്കുന്നത്. നമുക്കുള്ളിലെ ജ്ഞാനം എപ്പോഴും ബാഹ്യലോകത്തിൻ്റെ കെണികളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കട്ടെ. സൽപ്പേരിന് പിന്നിലെ ഭൗതികമായ മനഃശാസ്ത്രത്തെക്കുറിച്ച്, അത് മനുഷ്യന് ചുറ്റും തീർക്കുന്ന അദൃശ്യമായ പ്രഭാവലയത്തെക്കുറിച്ചും നമ്മൾ അതിവിപുലമായി മനസ്സിലാക്കി. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഭാരതീയ ചരിത്രത്തിലെയും പുരാണങ്ങളിലെയും നിഗൂഢമായ താളുകളിലേക്ക് നോക്കിക്കൊണ്ടാണ്. സൽപ്പേരെന്ന ലൗകിക സത്യത്തെ നമ്മുടെ പൂർവികരായ തന്ത്രജ്ഞർ എങ്ങനെയാണ് വീക്ഷിച്ചതെന്നും സ്വന്തം സൽപ്പേര് കാത്തുസൂക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം സർവഗുണസമ്പന്നനായ മനുഷ്യർക്ക് പോലും ചരിത്രത്തിൽ എങ്ങനെയുള്ള മഹാദുരന്തമാണ് ഉണ്ടായതെന്നും നമുക്ക് നോക്കാം. നമുക്കാദ്യം ഭാരതീയ നയതന്ത്രത്തിൻ്റെ പിതാവായ മഹാചാര്യ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിലേക്ക് തന്നെ ഒന്ന് കണ്ണോടിക്കാം. ചാണക്യൻ തൻ്റെ രാജനീതിയിൽ സൽപ്പേരിനെക്കുറിച്ച് പറയുന്ന അതീവ ഗൗരവമുള്ള ഒരു വരിയുണ്ട്. ഒരു മനുഷ്യന് അവൻ്റെ സൽപ്പേര് നഷ്ടപ്പെടുന്നത് മരണത്തേക്കാൾ കഠിനമായ ദുരന്തമാണ്. കാരണം മരണം ഒരൊറ്റ തവണയെ മനുഷ്യനെ വേദനിപ്പിക്കൂ. എന്നാൽ സൽപ്പേര് നഷ്ടപ്പെട്ട അവസ്ഥ അവനെ ജീവിക്കുന്ന ഓരോ നിമിഷവും ദഹിപ്പിച്ചുകൊണ്ടിരിക്കും. ചാണക്യൻ മഗധ സാമ്രാജ്യത്തിൻ്റെ ഭരണം ചന്ദ്രഗുപ്ത മൗര്യനിലൂടെ കയ്യിലെടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഭരണാധികാരികളുടെയും
ഉദ്യോഗസ്ഥരുടെയും സൽപ്പേര് സംരക്ഷിക്കുന്നതിലായിരുന്നു. ചാണക്യന് നന്നായി അറിയാമായിരുന്നു, ഒരു ഭരണാധികാരിക്ക് ജനങ്ങളുടെ മുമ്പിൽ വിശ്വസ്തതയും സൽപ്പേരും നഷ്ടപ്പെട്ടാൽ അവൻ എത്ര വലിയ സൈന്യമുണ്ടായാലും ആ സാമ്രാജ്യം ജനങ്ങൾക്കുള്ളിലെ വെറുപ്പിൽ വെന്തു തകരുമെന്ന്. അതുകൊണ്ട് ശത്രുരാജ്യങ്ങൾ ചന്ദ്രഗുപ്തനെതിരെ പടച്ചുവിടുന്ന ചെറിയൊരു അപവാദ പ്രചരണത്തെ പോലും ചാണക്യൻ തൻ്റെ ചാരന്മാരിലൂടെ തുടക്കത്തിൽ തന്നെ അടിച്ചമർത്തിയിരുന്നു. ലൗകിക ലോകത്ത് നമ്മുടെ ഭൗതിക ശക്തിയേക്കാൾ പ്രാധാന്യം ജനങ്ങൾ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതാണെന്ന് ചാണക്യൻ വിശ്വസിച്ചു. ഇനി ഇതിൻ്റെ ഏറ്റവും ഹൃദയഭേദകമായ ഉദാഹരണം നമ്മുടെ ഇതിഹാസമായ മഹാഭാരതത്തിലുണ്ട്. സൽപ്പേരെന്ന ബാഹ്യമായ ഘടകം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെയും അവൻ്റെ വിധിയെയും എങ്ങനെയാണ് ക്രൂരമായി നിയന്ത്രിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാദാനി കർണൻ. പ്രിയമുള്ളവരെ, കർണൻ ആരായിരുന്നു? സൂര്യദേവന്റെ മകനായി ശരീരത്തിൽ ഒന്നിലാലും തകർക്കാൻ കഴിയാത്ത ദിവ്യമായ കവചകുണ്ടലങ്ങളോടെ ജനിച്ച മഹാത്മാവായിരുന്നു കർണൻ. വിദ്യയിൽ അർജുനനേക്കാൾ ഒരുപടി മുന്നിൽ നിന്നിരുന്ന യുദ്ധവീരൻ, ദാനശീലത്തിൽ പ്രകൃതിയേക്കാൾ വലിയ മനസ്സ് സൂക്ഷിച്ചിരുന്ന മഹാമനസ്കൻ. എന്നാൽ ഈ ലൗകിക ലോകം കർണന് നൽകിയ സൽപ്പേര് സൂതപുത്രൻ അഥവാ തേരാളിയുടെ മകൻ എന്നതായിരുന്നു. അവൻ എത്ര വലിയ വീരനാണെന്ന് തെളിയിച്ചിട്ടും ദുര്യോധനൻ അവനെ അംഗരാജാവായി വാഴിച്ചിട്ടും ലൗകിക മനസ്സ് അവനെ എപ്പോഴും ഈ ഒരു ലേബലിൽ തന്നെയാണ് ഒതുക്കി നിർത്താൻ ശ്രമിച്ചത്. ചരിത്രത്തിൻ്റെ കപടമായ പുകമറകൾ നോക്കിയാൽ ദ്രൗപദിയുടെ സ്വയംവര സഭയിൽ ലക്ഷ്യം പിഴച്ച കർണൻ്റെ പരാജയത്തെ പോലും പിൽക്കാലത്ത് ലോകം അവനെ അപമാനിച്ചു മടക്കിയ കഥകളാക്കി മാറ്റി എഴുതി. ഒടുവിൽ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ വെച്ച് തൻ്റെ രഥചക്രം മണ്ണിൽ തകർന്നു പോയപ്പോൾ ആയുധമില്ലാതെ നിന്ന കർണനോട് ശ്രീകൃഷ്ണൻ ചോദിക്കുന്നത് അവൻ്റെ ജീവിതത്തിലെ വീഴ്ചകളെക്കുറിച്ചാണ്. ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം നടന്ന സഭയിൽ വെച്ച് എവിടെയായിരുന്നു നിന്റെ ധർമ്മം? അഭിമന്യുവിനെ ചതിച്ചു കൊന്നപ്പോൾ എവിടെയായിരുന്നു നിന്റെ നീതി? ഇതൊക്കെയായിരുന്നു കൃഷ്ണൻ ചോദിച്ചത്. ലൗകിക ലോകത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ തെറ്റും പിന്നീട് നമ്മുടെ സൽപ്പേരിനെ തകർക്കാനുള്ള ഏറ്റവും വലിയ ആയുധമായി ശത്രുക്കൾ പ്രയോഗിക്കും. നമ്മുടെ ശരീരത്തെയല്ല, നമ്മുടെ സൽപ്പേരിൻ്റെ അടിത്തറയെയാണ് ലൗകിക ലോകം ആദ്യം ലക്ഷ്യം വയ്ക്കുക. അവിടെ കർണൻ എന്ന മഹാധീരൻ്റെ ആത്മവീര്യം തകർന്നത് അർജുനൻ്റെ അമ്പുകൾ കൊണ്ടല്ല, മറിച്ച് തനിക്ക് മേൽ ചാർത്തപ്പെട്ട ആ കറുത്ത സൽപ്പേരിൻ്റെ ഭാരം കൊണ്ടാണ്. ലൗകിക ലോകം എപ്പോഴും നമ്മുടെ ശരീരത്തെയല്ല, നമ്മുടെ സൽപ്പേരിനെയാണ് ആദ്യം ലക്ഷ്യം വയ്ക്കുക. അതിലവർ വിജയിച്ചാൽ നമ്മളുടെ പതനം പൂർണ്ണമാകും. കർണൻ്റെ ഈ ജീവിത ദുരന്തം നമുക്ക് തരുന്ന വലിയൊരു തിരിച്ചറിവുണ്ട്. ലൗകിക ലോകത്ത് നമ്മുടെ വ്യക്തിത്വം എത്രത്തോളം വിശുദ്ധമാണെങ്കിലും നമ്മുടെ സൽപ്പേര് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ലോകം നമ്മെ ക്രൂരമായി വേട്ടയാടും. ശത്രുക്കൾക്ക് നമ്മെ നേരിട്ട് തകർക്കാൻ കഴിയില്ലെന്ന് ബോധ്യമാകുമ്പോൾ അവർ എപ്പോഴും പ്രയോഗിക്കുന്ന തന്ത്രം എന്നത് നമ്മുടെ സൽപ്പേരിന് മേൽ ചെളി വാരിയേറിയാൻ തുടങ്ങുക എന്നതാണ്. അവർ സമൂഹത്തിൽ നമുക്കെതിരെ അദൃശ്യമായ പുകമറകൾ സൃഷ്ടിക്കും. ആ പുകമറയ്ക്ക് മുന്നിൽ നമ്മുടെ ന്യായങ്ങൾ പലപ്പോഴും നിഷ്പ്രഭമായി പോകും. അതുകൊണ്ടാണ് റോബർട്ട് ഗ്രീൻ വ്യക്തമാക്കുന്നത്, സൽപ്പേരെന്നത് വെറും ഒരു നിഴലല്ല, അത് നമ്മുടെ ലൗകികമായ നിലനിൽപ്പിൻ്റെ കാതലാണെന്ന്. നമ്മളൊരു ആത്മീയ അന്വേഷകനാണെങ്കിൽ പോലും ബാഹ്യലോകത്തിൽ നമ്മുടെ അന്തസ്സ് തകരാതെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. കാരണം നമ്മുടെ സൽപ്പേര് തകരുമ്പോൾ നമ്മുടെ വാക്കുകളിലൂടെ ലോകത്തിന് നൽകാൻ കഴിയുന്ന വലിയ സന്ദേശങ്ങൾ പോലും ആളുകൾ അവിശ്വാസത്തോടെയേ കേൾക്കുകയുള്ളൂ. സൽപ്പേരെന്നത് മറ്റുള്ളവരെ ഭരിക്കുവാനുള്ള ആയുധമല്ല, മറിച്ച് ചെന്നായ്ക്കൾ നിറഞ്ഞ ഈ ലൗകിക പ്രപഞ്ചത്തിൽ നമ്മുടെ ആത്മാഭിമാനത്തോടെയുള്ള ജീവിതം ഉറപ്പാക്കുവാനുള്ള വിവേകത്തിൻ്റെ വലിയൊരു പ്രതിരോധ കോട്ടയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ലൗകികമായ ഈ സൽപ്പേരിൻ്റെ കോട്ടയ്ക്കുള്ളിൽ ജീവിക്കുമ്പോഴും നമ്മുടെ ആന്തരികമായ വിശുദ്ധിയെ എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. ഓഷോയുടെ ദർശനങ്ങളിലൂടെ ഇതിൻ്റെ യഥാർത്ഥ ആത്മീയ വശം എന്താണെന്നും സാക്ഷിഭാവത്തിൻ്റെ വെളിച്ചം കൊണ്ട് ബാഹ്യലോകത്തിൻ്റെ കപടതകളെ എങ്ങനെ നേരിടാമെന്നും നമുക്ക് മനസ്സിലാക്കാം. നമുക്കുള്ളിലെ ജ്ഞാനം എപ്പോഴും നമ്മുടെ അന്തസ്സിന് കാവലായിരിക്കട്ടെ. നമ്മളിപ്പോൾ ഭാരതീയ ചരിത്രത്തിൽ മഹാചാര്യ ചാണക്യൻ സൽപ്പേരിന് നൽകിയ വിലയെക്കുറിച്ചും
ലൗകികമായ ഒരു വ്യാജ സൽപ്പേര് കാരണം മഹാദാനി കർണൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങളെക്കുറിച്ച് നമ്മൾ അതിവിപുലമായി മനസ്സിലാക്കി. ഇവിടെയാണ് നമ്മൾ ഏറ്റവും നിർണായകമായ ഒരു ചോദ്യത്തിലേക്ക് വരുന്നത്. ഒരു സാധാരണ ലൗകിക മനുഷ്യൻ തൻ്റെ സൽപ്പേര് സംരക്ഷിക്കുന്നത് സ്വന്തം അഹംഭാവത്തെ തൃപ്തിപ്പെടുത്താനാണ്. താൻ മറ്റുള്ളവരെക്കാൾ വലിയവനാണെന്ന് കാണിക്കുവാനുള്ള ഒരു അഹങ്കാരത്തിൻ്റെ ആയുധമാണ് അവന് സൽപ്പേരെന്നത്. എന്നാൽ ഒരു ആത്മീയവാദി എങ്ങനെയാണ് ഈ അഞ്ചാമത്തെ നിയമത്തെ കൈകാര്യം ചെയ്യേണ്ടത്? ആത്മീയത എപ്പോഴും പഠിപ്പിക്കുന്നത് നിന്ദകളെയും സ്തുതികളെയും ഒരേപോലെ കാണാനല്ലേ? പിന്നെ എന്തിനാണ് ഒരു ആത്മീയ സാധകൻ സൽപ്പേരിന് ജീവൻ നൽകി സംരക്ഷിക്കുന്നതെന്ന്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ആത്മീയവാദി ഈ നിയമത്തെ കൈകാര്യം ചെയ്യുന്നത് 2 തലങ്ങളിലാണ്. ഒന്ന് ആന്തരിക തലം, 2 ബാഹ്യതലം. ആന്തരിക തലത്തിൽ ആത്മീയ അന്വേഷകനുള്ളിൽ പൂർണ്ണമായും ബോധവാനാണ്. അവൻ ചിന്തിക്കുന്നത് സൽപ്പേരെന്നത് ലോകം നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതാണ്. എന്നാൽ സ്വഭാവം എന്നത് നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്നതാണ്. ലൗകിക മനുഷ്യർ ഉള്ളിൽ എത്ര അഴുക്കുണ്ടായാലും പുറമെ നല്ലൊരു സൽപ്പേരുണ്ടാക്കാൻ മുഖംമൂടികൾ അണിയും. എന്നാൽ ആത്മീയവാദി തൻ്റെ ഉള്ളിലെ സ്വഭാവശുദ്ധി അഥവാ ആന്തരിക വിശുദ്ധിക്ക് തന്നെയാണ് 1-ാം സ്ഥാനം നൽകേണ്ടത്. അവൻ ദൈവത്തിനു മുന്നിലും പ്രകൃതിക്ക് മുന്നിലും 100% സത്യസന്ധനായിരിക്കും. ലോകത്തിൻ്റെ കയ്യടിക്ക് വേണ്ടി അവൻ ഉള്ളിലെ സത്യത്തെ പണയം വയ്ക്കില്ല. ബാഹ്യതലത്തിൽ ഇതേ ആത്മീയവാദി ബാഹ്യലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ തൻ്റെ സൽപ്പേരിനെ അങ്ങേയറ്റം ജാഗ്രതയോടെയും കാത്തുസൂക്ഷിക്കും. അത് സ്വന്തം ഈഗോയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് താൻ ചെയ്യുന്ന സൽപ്രവൃത്തികളുടെയും ധർമ്മത്തിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടിയാണത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ആത്മീയ ഗുരുവിന് അല്ലെങ്കിൽ ഒരു അധ്യാപകന് സമൂഹത്തിൽ നല്ലൊരു സൽപ്പേരില്ലെങ്കിൽ അദ്ദേഹം പറയുന്ന എത്ര വലിയ ഉന്നതമായ ജ്ഞാനങ്ങളായിക്കോട്ടെ, ആരെങ്കിലും അത് കേൾക്കുമോ? ഒരിക്കലുമില്ല. സൽപ്പേര് തകരുമ്പോൾ ആ ജ്ഞാനത്തിൻ്റെ പ്രകാശമാണ് സമൂഹത്തിന് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തൻ്റെ വാക്കുകൾക്കും ദർശനങ്ങൾക്കും ലൗകിക ലോകത്ത് മൂല്യമുണ്ടാകണമെങ്കിൽ, സമൂഹത്തിന് തന്നിലൂടെ നന്മ ലഭിക്കണമെങ്കിൽ തൻ്റെ സൽപ്പേര് ഒരു കോട്ട പോലെ കാത്തുസൂക്ഷിക്കണമെന്ന് ആത്മീയവാദിക്കറിയാം. അവൻ സൽപ്പേരിനെ കാണുന്നത് ഒരു അലങ്കാരമായിട്ടല്ല, മറിച്ച് ഈ ലൗകിക ലോകത്ത് സുരക്ഷിതമായി ധർമ്മം ചെയ്യുവാനുള്ള ഒരു ഉപകരണമായിട്ടാണ്. ഇതിനെക്കുറിച്ചാണ് ആത്മീയ ഗുരുവായ ഓഷോ മനോഹരമായ ഒരു നിരീക്ഷണം നടത്തിയത്. ഓഷോ പറയാറുണ്ട്, ലോകം നിനക്ക് നൽകുന്ന സൽപ്പേരെന്നത് വെറും ഒരു നിഴൽ മാത്രമാണ്. എന്നാൽ നിന്റെ ഉള്ളിലെ ആന്തരിക വിശുദ്ധിയാണ് യഥാർത്ഥ വെളിച്ചം. ലൗകിക മനുഷ്യർ എപ്പോഴും ജീവിക്കുന്നത് അവരുടെ നിഴലിനെ മനോഹരമാക്കാനാണ്. എന്നാൽ ജ്ഞാനി തൻ്റെ വെളിച്ചത്തെയാണ് സൂക്ഷിക്കുന്നതെന്ന്. പ്രിയമുള്ളവരെ, ഓഷോയുടെ ഈ വാക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നത് ബാഹ്യലോകത്തിൻ്റെ നിഴൽ യുദ്ധങ്ങളിൽപ്പെട്ട് നമ്മുടെ ഉള്ളിലെ വെളിച്ചം കെട്ടുപോകരുതെന്നാണ്. ആരെങ്കിലും അനാവശ്യമായി നമ്മുടെ സൽപ്പേരിനെ തകർക്കാൻ വന്നാൽ അവിടെ വൈകാരികമായി തളർന്നു പോകാതെ ഒരു സാക്ഷിയെ പോലെ മാറി നിന്ന് വിവേകത്തോടെ അതിനെ പ്രതിരോധിക്കുക. റോബർട്ട് ഗ്രീൻ തൻ്റെ പുസ്തകത്തിൽ ഈ നിയമത്തിൻ്റെ ശക്തി വ്യക്തമാക്കാൻ അമേരിക്കൻ ചരിത്രത്തിലെ ഒരു നിഗൂഢമായ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അമേരിക്കൻ ആഭ്യന്തര യുദ്ധകാലത്ത് ജീവിച്ചിരുന്ന ജനറൽ തോമസ് ജാക്സൺ എന്ന സൈനിക മേധാവിയുടെ കഥയാണത്. അദ്ദേഹം യുദ്ധക്കളത്തിൽ അതീവ ധീരനായിരുന്നു. എങ്കിലും തുടക്കത്തിൽ അദ്ദേഹത്തിന് സമൂഹത്തിൽ വലിയൊരു സൽപ്പേരുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു യുദ്ധത്തിൽ ശത്രുക്കളുടെ കനത്ത ആക്രമണത്തിന് മുമ്പിൽ തൻ്റെ സൈന്യം മുഴുവൻ ഭയന്നോടിയപ്പോഴും തോമസ് ജാക്സൺ തൻ്റെ കുതിരപ്പുറത്ത് ഒരു പാറയെപ്പോലെ ഉറച്ചു നിന്നു. ഇത് കണ്ട് തൊട്ടടുത്തുള്ള മറ്റൊരു കമാൻഡർ തൻ്റെ സൈന്യത്തോട് വിളിച്ചു പറഞ്ഞു, നോക്കൂ, ജാക്സൺ അവിടെ ഒരു കരിങ്കൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നു. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് സ്റ്റോൺ വാൾ ജാക്സൺ എന്നൊരു സൽപ്പേര് വീഴുന്നത്. റോബർട്ട് ഗ്രീൻ നിരീക്ഷിക്കുന്നത് ശ്രദ്ധിച്ചാൽ ഈ ഒരൊറ്റ സൽപ്പേര് സമൂഹത്തിൽ പടർന്നതോടെ പിന്നീട് നടന്ന യുദ്ധങ്ങളിലൊന്നും ശത്രുക്കൾക്ക് അദ്ദേഹത്തെ മാനസികമായി നേരിടാൻ കഴിഞ്ഞില്ല. ജാക്സൺ വരുന്നുണ്ടെന്ന വാർത്ത കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ പാറക്കെട്ട് പോലുള്ള സൽപ്പേര് കണ്ട് ശത്രു സൈന്യം ഭയന്നോടാൻ തുടങ്ങി. അദ്ദേഹം ഒരു തന്ത്രം പോലും പ്രയോഗിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ആ സൽപ്പേര് അദ്ദേഹത്തിന് വേണ്ടി യുദ്ധം ജയിച്ചുകൊണ്ടിരുന്നു. ഇതാണ് ലൗകിക ലോകത്ത് സൽപ്പേര് നിർമ്മിക്കുന്ന അദൃശ്യമായ ശക്തി.
എന്നാൽ റോബർട്ട് ഗ്രീൻ ഇതിൻ്റെ മറ്റൊരു ഇരുണ്ട വശം കൂടി ചരിത്രത്തിൽ നിന്ന് കാണിച്ചു തരുന്നുണ്ട്. ലൗകിക ലോകത്ത് നമ്മുടെ സൽപ്പേര് എത്രത്തോളം ശക്തമാണോ, ശത്രുക്കൾ അതിനെ തകർക്കാൻ അത്രത്തോളം നിഗൂഢമായ വഴികളും ഉപയോഗിക്കും. പുരാതന ചൈനയിലെ സാമ്രാജ്യത്വ ചരിത്രത്തിൽ ഒരു സംഭവമുണ്ട്. ഒരു വലിയ ജ്ഞാനിയായ മന്ത്രി കൊട്ടാരത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൽപ്പേര് അഴിമതി നടത്താത്ത ഉത്തമൻ എന്നായിരുന്നു. അദ്ദേഹത്തെ രാജാവിൻ്റെ മുമ്പിൽ തരം താഴ്ത്താൻ ശത്രുക്കൾ പല വഴി നോക്കിയെങ്കിലും പരാജയപ്പെട്ടു. ഒടുവിൽ അവർ ഒരു കുതന്ത്രം പ്രയോഗിച്ചു. ആ മന്ത്രിയുടെ വീട്ടിലേക്ക് ശത്രുക്കൾ രഹസ്യമായി വില കൂടിയ ചില സമ്മാനങ്ങൾ ചാരന്മാർ വഴി കൊടുത്തയച്ചു. എന്നിട്ട് കൊട്ടാരത്തിൽ ഒരു വാർത്ത പരത്തി. മന്ത്രി പുറമെ ലാളിത്യം നടിക്കുകയാണ്, ഉള്ളിൽ അദ്ദേഹം വലിയ തോതിൽ കൈക്കൂലി വാങ്ങുന്നുണ്ട്. മന്ത്രി തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചെങ്കിലും റോബർട്ട് ഗ്രീൻ പറയുന്നത് പോലെ സൽപ്പേരിൻ്റെ മേൽ വീഴുന്ന സംശയത്തിൻ്റെ കറ കഴുകിക്കളയുക അത്ര എളുപ്പമല്ല. രാജാവ് അദ്ദേഹത്തെ തടവിലാക്കി. നിങ്ങൾ നോക്കൂ, ലൗകിക ലോകം എത്രത്തോളം ക്രൂരമാണ്. നമ്മളൊരു തെറ്റും ചെയ്തില്ലെങ്കിലും ശത്രുക്കൾ നമ്മുടെ സൽപ്പേരിനെ ആക്രമിക്കുമ്പോൾ നമ്മൾ ജാഗ്രതയുള്ളവനായിരുന്നില്ലെങ്കിൽ നമ്മളുടെ പതനം അവിടെ ഉറപ്പാണ്. ഒരു ആത്മീയ സാധകൻ ഇവിടെയാണ് തൻ്റെ വിവേചന ബുദ്ധി പ്രയോഗിക്കേണ്ടത്. ലൗകിക ലോകത്തിൽ നമ്മുടെ സൽപ്പേരൊരു കോട്ട പോലെയാണ്. ആ കോട്ടയ്ക്ക് നേരെ ശത്രുക്കൾ അപവാദങ്ങളുടെയോ കപടതകളുടെയോ അമ്പുകൾ എയ്യുമ്പോൾ വൈകാരികമായി തളർന്നു പോകരുത്. പലരും തങ്ങളെക്കുറിച്ചൊരു മോശം വാർത്ത കേൾക്കുമ്പോൾ തന്നെ മനസ്സ് തകർന്ന് ഉള്ളിലെ ആത്മീയ ഊർജമെല്ലാം മുഴുവൻ നഷ്ടപ്പെടുത്തി കളയും. അത് ശത്രുവിൻ്റെ വിജയമാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒരു സാക്ഷിയെപ്പോലെ മാറി നിന്ന് നമ്മുടെ സൽപ്പേരിന് നേരെ വരുന്ന ആക്രമണത്തെ തന്ത്രപരമായി പ്രതിരോധിക്കുക എന്നതാണ്. നമ്മുടെ ആന്തരിക വിശുദ്ധി ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുക. എന്നാൽ ബാഹ്യലോകം